മണ്ണുണ്ണും വെണ്ണയുണ്ണും കടുതര വിഷസമ്മിശ്രമം സ്തന്യമുണ്ണും മണ്ണും കല്ലും നിറഞ്ഞുള്ളവിലും അരയില ചീരയും തീയുമുണ്ണും. മതിയോ? വൈഷ്ണവാനാമഹം ശംഭു എഗ്രീഡ്. കഴിച്ചോളൂ. മഹാദേവൻ അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. മഹാദേവനോട് കഴിച്ചു. ഈ കഴുത്തിന് താഴേക്ക് ഇറങ്ങിപ്പോയാലേ മരിക്കുമെന്ന് സംശയമുള്ളൂ. ആ മഹാദേവൻ്റെ കണ്ഠത്തിൽ തച്ച സാധോർ വിഭൂഷണം ഒരു ID മാർക്കായി. നമ്മുടെ SSLC ബുക്കിലില്ലേ വലത്തെ കവിളും ഒരു കാക്കപ്പുള്ളി എന്ന് പറയുന്നത് പോലെ മഹാദേവൻ്റെ ID മാർക്ക്. കാലാരിദേവനോ വന്നു തുടങ്ങിയിട്ടു നീലകണ്ഠനെന്നു പേരു വന്നു. ചുട്ടു പഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറമാണ്, ലോഹിതവർണ്ണമാണ്. ആ മഹാദേവൻ നീലലോഹിതനായിട്ട് മാറി. അങ്ങനെ നീലകണ്ഠനായി ഭഗവാൻ. പക്ഷേ ചിത്രം വരയ്ക്കുന്നവർ മുഴുവൻ നീല ശരീരിയായിട്ടാണ് മഹാദേവനെ വരയ്ക്കണത്. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. നീലകണ്ഠനായിട്ട് ഭഗവാന്റെ ഒരു ചിത്രം ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണം. ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. മഹാദേവൻ മുഴുവൻ പെർഫെക്റ്റ് ബ്ലൂ, മേഘശ്യാമനെ പോലെ തന്നെ. നീലകണ്ഠൻ എന്നാ പേര് പറയണം. നീലകണ്ഠനായിട്ട് മഹാദേവൻ്റെ ഒരു ചിത്രവും കണ്ടിട്ടില്ല. എന്തേ ഈ ചിത്രകാരന്മാർക്ക് അത് തോന്നാത്തത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും, എൻ്റെ അജ്ഞതയാവും. ഏതായാലും ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ പാപശക്തി കൊണ്ട്, അത്രേ ഞാൻ പറയുള്ളൂ. മഹാദേവൻ അന്ന് തൊട്ട് നീലകണ്ഠനായി. പിന്നെ ഓരോരോ സാധനങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങി ഭഗവാന്റെ ശക്തി കൊണ്ട്. കാമധേനു പൊങ്ങി വന്നു, ഋഷിമാർ കൊണ്ടുപോയി. ഐരാവതം പൊങ്ങി വന്നു, ദേവേന്ദ്രൻ കൊണ്ടുപോയി. ഉച്ചൈസർവസ് പൊങ്ങി വന്നു, നേരത്തെ കണ്ടീഷൻ അനുസരിച്ച് മഹാബലിക്ക് കൊടുത്തു. കൗസ്തുഭം പൊങ്ങി വന്നു, അത് ഗുരുവായൂരപ്പൻ സ്വീകരിച്ചു. അപ്സരസുകൾ പൊങ്ങി വന്നു, ദേവലോകത്തേക്ക് കൊണ്ടുപോയി. പാരിജാതം പൊങ്ങി വന്നു, അത് ദേവലോകത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ പൊങ്ങി വരാനായിട്ട് തുടങ്ങി. ചന്ദ്രക്കല പൊങ്ങി വന്നു, ശീതാംശുര ഭവൽ. ആ ചന്ദ്രക്കല മഹാദേവന് കൊടുത്തു. വിഷം കഴിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ആളല്ലേ മഹാദേവൻ. അന്ന് തൊട്ട് ചന്ദ്രമൗലിയായി. ചന്ദ്രചൂടനായ ഭഗവാൻ പാർവതിയെ വിളിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പോയി. ഇനി തൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. വീണ്ടും മഥനം തുടങ്ങുകയാണ്. അപ്പോഴേ കാണായി സുന്ദരി മാർമണി ഇന്ദിരാദേവി എഴുന്നള്ളത്ത്. രണ്ട് കൈകൾ വരണമാല്യവുമായിട്ട് ഐശ്വര്യത്തിൻ്റെ ദേവതയായ അത്രയധികം ത്രൈലോക്യ സുന്ദരിയായിരിക്കുന്ന ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി 8ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ ഈ ഭഗവാന് 8നോട് എന്തോ വല്ലാത്തൊരു പ്രേമമുണ്ട്. 8ാമത്തെ ശ്ലോകത്തിൽ 8ാമത്തെ പുത്രനായിട്ട് ആ ഭഗവാന്റെ തിരുവവതാരം ഇന്ന് വൈകുന്നേരം കാണാം. പക്ഷേ നമുക്ക് മലയാളികൾക്ക് 8 എന്ന് പറഞ്ഞാൽ അലർജിയാണ്. 8ൻ്റെ പണി കിട്ടിയെന്നാണ് നമ്മൾ പറയുക. എന്താ അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടമാണ്. ഭഗവാനും 8ാമത്തെ ശ്ലോകത്തിലാണ്, ഭഗവാന്റെ പത്നിയും 8ാമത്തെ ശ്ലോകത്തിലാണ്. അങ്ങനെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടു, ഭരണമാല്യവുമായിട്ട് വന്നു. ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്, വരിക്കേണ്ടത്? 33 കോടി ദേവന്മാർ, 66 കോടി അസുരന്മാർ, മഹർഷിമാർ, യക്ഷന്മാർ, കിന്നരന്മാർ, ചാരണന്മാർ, സിദ്ധന്മാർ, കോടാനുകോടി ആൾക്കാരാണ്. എല്ലാവർക്കും നോക്കിയപ്പോൾ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു ഡിഫക്റ്റ് ഉണ്ട്. ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായിട്ട് ഒരാളെ മാത്രമേ കണ്ടുള്ളൂ, ഗുരുവായൂരപ്പനെ. ആ വവ്രയമുകുന്ദം ഭഗവാന്റെ കഴുത്തിൽ ഭരണമാല്യം ചാർത്തി ഭഗവാൻ വക്ഷോ നിവാസമകരോത് പരമം വിഭൂതേ. ഗുരുവായൂരപ്പൻ തൻ്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവിക്ക് കൊടുത്തത്. പിന്നീടാണ് മദ്യത്തിൻ്റെ ദേവതയായിട്ടുള്ള വാരുണി ദേവി വന്നത്. വാരുണി ദേവി പൊങ്ങി വന്നപ്പോൾ ദേവന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, ഋഷിമാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, യക്ഷന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, സിദ്ധന്മാർ പറഞ്ഞു ഞങ്ങൾക്ക്, എല്ലാവരും പറഞ്ഞു വേണ്ട 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 എന്ന്. അപ്പോഴാണ് അസുരന്മാർ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും വേണ്ട, എങ്ങോട്ട് വന്നേക്കൂ, ഞങ്ങൾ സ്വീകരിക്കാമെന്ന്. ഭാഗവതം കാണിച്ചു തരാം. ഈ മദ്യത്തിനെ സ്വീകരിക്കുന്നവരാരാ? അസുരന്മാരാ. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലേ അസുരഭാവം പുറത്തേക്ക് ഒരു വിന്നത് ചെയ്യാന്നില്ല. സ്വന്തം സുഹൃത്തിനെ വരെ കുത്തിക്കൊല്ലും. മദ്യപാനത്തിലൂടെ എത്രയോ നമ്മൾ കണ്ടേക്കണു. അസുരഭാവം നമ്മുടെ തൻ്റെ ഇടം ഇല്ലാണ്ടാക്കുന്നതാ. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലം എന്ന് പറയുന്ന പുറകിലൊരു സാധനമുണ്ട്. അതിനെ പ്രവർത്തിയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോഓർഡിനേഷൻ പറ്റില്ല. കയ്യിൻ്റെ വഴിക്ക് പോകും, കാലിൻ്റെ വഴിക്ക് പോകും, തല തഴി വഴിക്കും, ബോഡിയുടെ വഴിക്ക് പോകും. അതാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴണേ. പക്ഷേ ഇത് ഉള്ളിലേക്ക് എന്നാൽ പറക്കണമെന്ന് പലർക്കും തോന്നും. മനുഷ്യനെ തിരിയക്കാക്കും പൈശാചിക രസായനം എന്നാണ് മദ്യത്തിനെ പറയുക. മദ്യപ്പിക്കുന്നത് എന്തോ അത് മദ്യം. പക്ഷേ പറക്കാൻ ആർക്കും പറ്റാറില്ല. ഇഴജന്തുക്കളായിട്ട് കാനയിലോ തോട്ടിലോ എവിടെയെങ്കിലും കിടക്കണ കാണാം. ആ വാരുണി ദേവിയെ സ്വീകരിക്കുന്നത് അസുരന്മാരാണ് എന്ന് ഭാഗവതം കാണിക്കണു. പിന്നെയും മഥനം നടത്തിയപ്പോഴാണ് ആവശ്യമുള്ളത് വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശംഖം ചക്രം ജളോകാം അമൃതകുംഭം ചതുർഭി എന്ന രീതിയിൽ നെല്ലുവായി തേവരായിട്ട് ധന്വന്തരമൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു.
ദേവന്മാരെ, നിങ്ങളുടെ വാർദ്ധക്യം തീരാനായിട്ട് അമൃതകലശം സ്വീകരിച്ചോളൂ. ബലഹീനരായിരിക്കുന്ന ദേവന്മാർ പിച്ച വന്നപ്പോഴേക്കും അതിമിടുക്കന്മാരായ ചുറുചുറുക്കുള്ള ആജാനുബാഹുക്കളായ അസുരന്മാർ അമൃതകലശവും തട്ടിയെടുത്ത് പറന്നു കഴിഞ്ഞു. ഇത് കർത്തവ്യഥാമൂഢന്മാരായിട്ട് നിൽക്കുക ദേവന്മാർ.